ഹലോ എവരിവൺ, ദിശ അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ RRB NTPC എക്സാം കഴിഞ്ഞ തവണ നടന്നത് 133 ഷിഫ്റ്റുകളിലായിട്ടായിരുന്നു അല്ലേ. അപ്പം ആ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 42 ഡേയ്സുകളായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഈ ക്ലാസ് നിങ്ങൾക്ക് എന്തായിരിക്കും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം നോക്കേ, വേൾഡ് ഹിന്ദി ഡേ സെലിബ്രേറ്റഡ് ആനുവലി. അപ്പോൾ വേൾഡ് ഹിന്ദി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? വേൾഡ് ഹിന്ദി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ജാനുവരി 10 ആണ്. ഓക്കെ, വേൾഡ് ഹിന്ദി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ജാനുവരി 10 വേൾഡ് ഹിന്ദി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓർക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു, വിച്ച് ഡേ ഈസ് സെലിബ്രേറ്റഡ് എവറി ഇയർ ആസ് വേൾഡ് ഹിന്ദി ഡേ ടു മാർക്ക് ദി ഫസ്റ്റ് ആനിവേഴ്സറി ഓഫ് വേൾഡ് ഹിന്ദി കോൺഫറൻസ് ഹെൽഡ് ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ 1975. അപ്പോൾ വേൾഡ് ഹിന്ദി കോൺഫറൻസ് ഇല്ലേ എന്ന് നടന്നു 1975 ആദ്യമായിട്ട് നടന്നു. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേൾഡ് ഹിന്ദി ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. അതായത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റിനെ കുറച്ച് ഇൻഡയറക്റ്റ് ചോദിച്ചു എന്നേ ഉള്ളൂ. ആൻസർ എന്ത് തന്നെയാ? ജാനുവരി 10 തന്നെയാ. ഓക്കെ, വേൾഡ് ഹിന്ദി ഡേ, വേൾഡ് ഹിന്ദി ഡേ, വേൾഡ് ആണേ, വേൾഡ് ഹിന്ദി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? വേൾഡ് ഹിന്ദി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ജാനുവരി 10. The government of India decided to celebrate the birth anniversary of Dash's Parakram Divas every year. അപ്പോൾ ആരുടെ ബർത്ത് ആനിവേഴ്സറി ആണ് പരാക്രം ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? അപ്പോൾ പരാക്രം ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന് ആൻസർ ജാനുവരി 23 ആണ്. ഓക്കെ, പരാക്രം ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ജാനുവരി 23. ഇത് ആരുടെ ബർത്ത് ആനിവേഴ്സറി ആണ് പരാക്രം ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിന് ആൻസർ സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, പരാക്രം ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ജാനുവരി 23. ആരുടെ ബർത്ത് ആനിവേഴ്സറി ആണ് പരാക്രം ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓർക്കുക. In order to encourage more young voters to take part in the political process, the government of India has decided to celebrate Dash's National Voters Day. നമ്മൾ നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ജാനുവരി 25. ഓക്കെ, നാഷണൽ വോട്ടേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ജാനുവരി 25. ദെൻ ഇത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇൻ വിച്ച് ഡേറ്റ് ഈസ് സെലിബ്രേറ്റഡ് നാഷണൽ വോട്ടേഴ്സ് ഡേ? ആൻസർ എന്ത് തന്നെയാണ്? ജാനുവരി 25 തന്നെയാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞത് നമ്മുടെ വേൾഡ് ഹിന്ദി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? വേൾഡ് ഹിന്ദി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന് ആൻസർ ജാനുവരി 10. പരാക്രം ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? ജാനുവരി 23 ആണ്. ദെൻ അതുപോലെ തന്നെ നാഷണൽ വോട്ടേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ജാനുവരി 25. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ഈ വരുന്ന നവംബർ 23 നമുക്കറിയാം നമ്മുടെ റെയിൽവേയുടെ എക്സാംസ് ഈ 25 മുതൽ നമ്മുടെ ALPയുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യണമല്ലേ. അപ്പോൾ നിങ്ങളുടെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വരുന്ന നവംബർ 23 മെഗാ മാരത്തോൺ ലൈവുമായിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് ഫൈനൽ ടോട്ടലി പഠിച്ച ക്വസ്റ്റ്യൻസിനൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാനും അല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഫൈനലി ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്, അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസുമായിട്ടായിരിക്കും നമ്മൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഡേറ്റ് മറക്കേണ്ട എന്നാണ്? നവംബർ 23. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വേൾഡ് ലെപ്രസി ഡേ ഈസ് ഒബ്സർവ് ഓൺ ദ ലാസ്റ്റ് സൺഡേ ഓഫ്. വേൾഡ് ലെപ്രസി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? വേൾഡ് ലെപ്രസി ഡേ ഈസ് സെലിബ്രേറ്റഡ് ലാസ്റ്റ് സൺഡേ ഓഫ് ജനുവരി. ജാനുവരിയിലെ ലാസ്റ്റ് സൺഡേ ആണ് വേൾഡ് ലെപ്രസി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വേൾഡ് ലെപ്രസി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ജാനുവരിയിലെ ലാസ്റ്റ് സൺഡേ ആണ് വേൾഡ് ലെപ്രസി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനടുത്തത് when is വേൾഡ് ക്യാൻസർ ഡേ സെലിബ്രേറ്റഡ്? വേൾഡ് ക്യാൻസർ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? വേൾഡ് ക്യാൻസർ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഫെബ്രുവരി 4 ആണ്. ഓക്കെ, വേൾഡ് ക്യാൻസർ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? ഫെബ്രുവരി 4 നാഷണൽ സയൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഫെബ്രുവരി 28. ഓക്കെ, അപ്പോൾ വേൾഡ് ലെപ്രസി ഡേ ആണെങ്കിൽ ജാനുവരി മന്തിലെ ലാസ്റ്റ് സൺഡേ, വേൾഡ് ക്യാൻസർ ഡേ ആണെങ്കിൽ ഫെബ്രുവരി 4, നാഷണൽ സയൻസ് ഡേ ആണെങ്കിലോ ഫെബ്രുവരി 28. ഓക്കെ, നാഷണൽ സയൻസ് ഡേ ആണെങ്കിൽ എന്നാണ്? ഫെബ്രുവരി 28. ഓക്കെ, അടുത്തത് ഇന്റർനാഷണൽ വുമൻസ് ഡേ ഈസ് സെലിബ്രേറ്റഡ് എവറി ഇയർ ഓൺ മാർച്ച്. ഇന്റർനാഷണൽ വുമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്? അത് മാർച്ച് 8 ആണ് കേട്ടോ. ഇന്റർനാഷണൽ വുമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? മാർച്ച് 8. വേൾഡ് സ്പാരോ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വേൾഡ് സ്പാരോ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്? അത് മാർച്ച് 20. ഓക്കെ, വേൾഡ് സ്പാരോ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? മാർച്ച് 20 ആണ്. വേൾഡ്
ട്യൂബർകുലോസിസ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ ഡാഷ് എവരി ഇയർ. വേൾഡ് ട്യൂബർകുലോസിസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? അത് മാർച്ച് 24-നാണ്. ഓക്കെ, വേൾഡ് ട്യൂബർകുലോസിസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് മാർച്ച് 24. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇന്റർനാഷണൽ വുമൻസ് ഡേ ആണെങ്കിൽ മാർച്ച് 8-ന്, വേൾഡ് സ്പാരോ ഡേ ആണെങ്കിലോ മാർച്ച് 20, വേൾഡ് ട്യൂബർകുലോസിസ് ഡേ ആണെങ്കിലോ മാർച്ച് 24-ന്. ഓക്കെ, മാർച്ച് 24 കേട്ടോ, മാർച്ച് 24. ഇന്റർനാഷണൽ ഡേ ഓഫ് അൺബോൺ ചൈൽഡ്. ഓക്കെ, ഇന്റർനാഷണൽ ഡേ ഓഫ് ദി അൺബോൺ ചൈൽഡ്. ഇന്റർനാഷണൽ ഡേ ഓഫ് ദി അൺബോൺ ചൈൽഡ് എന്നാണ്? തൊട്ടടുത്ത ദിവസമായ മാർച്ച് 25. എന്നാണ്? മാർച്ച് 25. അപ്പൊ ഡേയ്സിനെ ഒന്നുകൂടി പറഞ്ഞായിരുന്നു. ഇന്റർനാഷണൽ വുമൻസ് ഡേ ആണെങ്കിൽ മാർച്ച് 8, വേൾഡ് സ്പാരോ ഡേ ആണെങ്കിൽ മാർച്ച് 20, ദെൻ വേൾഡ് ട്യൂബർകുലോസിസ് ഡേ ആണെങ്കിൽ മാർച്ച് 24, ഇന്റർനാഷണൽ ഡേ ഓഫ് ദി അൺബോൺ ചൈൽഡ് എന്നാണ്? മാർച്ച് 25. ഓക്കെ, ദെൻ അടുത്തത് വേൾഡ് ഹെറിറ്റേജ് ഡേ. വേൾഡ് ഹെറിറ്റേജ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഏപ്രിൽ 18 ആണ് കേട്ടോ. ഓക്കെ, വേൾഡ് ഹെറിറ്റേജ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? ഏപ്രിൽ 18 ആണ് വേൾഡ് ഹെറിറ്റേജ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ അടുത്തത് നമ്മുടെ സിവിൽ സർവീസ് ഡേ. ഓക്കെ, സിവിൽ സർവീസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഏപ്രിൽ 21 ആണ്. ഓക്കെ, സിവിൽ സർവീസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? ഏപ്രിൽ 21 ആണ്. ഓക്കെ, സിവിൽ സർവീസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? സിവിൽ സർവീസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏപ്രിൽ 21 ആണ്. വേൾഡ് ഹെറിറ്റേജ് ഡേ ഞാൻ പറഞ്ഞിരുന്നു എന്നാണ്? ഏപ്രിൽ 18. When is World Earth Day celebrated? വേൾഡ് എർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? വേൾഡ് എർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? വേൾഡ് എർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏപ്രിൽ 22-നാണ്. ഓക്കെ, വേൾഡ് എർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാ? ഏപ്രിൽ 22. അപ്പൊ ഹെറിറ്റേജ് ഡേ ആണെങ്കിൽ ഏപ്രിൽ 18, സിവിൽ സർവീസസ് ഡേ ആണെങ്കിൽ ഏപ്രിൽ 21, വേൾഡ് എർത്ത് ഡേ ആണെങ്കിലോ ഏപ്രിൽ 22-നാണ്. ഓക്കെ, അടുത്തത് when is വേൾഡ് ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ് ഡേ? വേൾഡ് ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ് ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വേൾഡ് ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഏപ്രിൽ 23 ആണ്. ഓക്കെ, വേൾഡ് ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? ഏപ്രിൽ 23 ആണ്. നാഷണൽ പഞ്ചായത്ത് രാജ് ഡേ ഇല്ലേ? നാഷണൽ പഞ്ചായത്ത് രാജ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്? അത് ഏപ്രിൽ 24-നാണ്. ഓക്കെ, നാഷണൽ പഞ്ചായത്ത് രാജ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഏപ്രിൽ 24-നാണ്. ഇന്റർനാഷണൽ ഡേ ഓഫ് മൾട്ടിലാറ്ററലിസം ആൻഡ് ഡിപ്ലോമസി ഈസ് സെലിബ്രേറ്റഡ് ഓൺ? ഇന്റർനാഷണൽ ഡേ ഓഫ് മൾട്ടിലാറ്ററലിസം ആൻഡ് ഡിപ്ലോമസി. ഓക്കെ, ഇന്റർനാഷണൽ ഡേ ഓഫ് മൾട്ടിലാറ്ററലിസം ആൻഡ് ഡിപ്ലോമസി അതും സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് തന്നെയാണ്? ഏപ്രിൽ 24-ന് തന്നെയാണ്. എന്നാണ്? ഏപ്രിൽ 24-ന് തന്നെയാണ്. ഇന്റർനാഷണൽ ഡാൻസ് ഡേ. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇന്റർനാഷണൽ ഡാൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഏപ്രിൽ 29 ആണ്. ഓക്കെ, ഇന്റർനാഷണൽ ഡാൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണ്? ഏപ്രിൽ 29. അപ്പൊ ഈ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞത് വേൾഡ് ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ് ഡേ ആണെങ്കിൽ ഏപ്രിൽ 23, ദെൻ നാഷണൽ പഞ്ചായത്ത് രാജ് ഡേ ആണെങ്കിൽ ഏപ്രിൽ 24, ഇന്റർനാഷണൽ ഡേ ഓഫ് മൾട്ടിലാറ്ററലിസം ആൻഡ് ഡിപ്ലോമസി ആണെങ്കിൽ ഏപ്രിൽ 24, ഇന്റർനാഷണൽ ഡാൻസ് ഡേ ആണെങ്കിലോ അത് ഏപ്രിൽ 29-നുമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. അതാ അടുത്തെന്ന് പറയുന്നത് വേൾഡ് റെഡ് ക്രോസ് ഡേ ഈസ് സെലിബ്രേറ്റഡ്. ഓക്കെ, വേൾഡ് റെഡ് ക്രോസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന് ആൻസർ മെയ് 8. ഓക്കെ, റെഡ് ക്രോസ് ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? മെയ് 8-നാണ്. നാഷണൽ ടെക്നോളജി ഡേ. ഓക്കെ, നാഷണൽ ടെക്നോളജി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് മെയ് 11. ഇതെല്ലാം പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. നാഷണൽ ടെക്നോളജി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? അത് മെയ് 11-നാണ്. വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് വേൾഡ് ഹങ്കർ ഡേ? വേൾഡ് ഹങ്കർ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? അത് മെയ് 28. ഓക്കെ, വേൾഡ് ഹങ്കർ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? മെയ് 28. അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. റെഡ് ക്രോസ് ഡേ ആണെങ്കിൽ മെയ് 8, നാഷണൽ ടെക്നോളജി ഡേ ആണെങ്കിൽ മെയ് 11, ദെൻ വേൾഡ് ഹങ്കർ ഡേ ആണെങ്കിലോ മെയ് 28. ഓക്കെ, അടുത്തത് when is വേൾഡ് ബൈസിക്കിൾ ഡേ സെലിബ്രേറ്റഡ് ഗ്ലോബലി? അപ്പോൾ വേൾഡ് ബൈസിക്കിൾ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് വേൾഡ് ബൈസിക്കിൾ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ജൂൺ 3 ആണ്. ഓക്കെ, അപ്പോൾ വേൾഡ് ബൈസിക്കിൾ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ജൂൺ 3. ദെൻ അടുത്തത് എൻവയോൺമെന്റ് ഡേ ഇല്ലേ? നമുക്ക്
എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാണ് ജൂൺ 5th ഇല്ലേ. എൻവയോൺമെന്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ജൂൺ 5th. വിച്ച് ഓഫ് ദ ഫോൾ ഇത് ഓപ്ഷൻസ് ഉണ്ടാവുന്നതായിരുന്നു. ഓക്കെ, വേൾഡ് ബ്ലഡ് ഡോണർ ഡേ. ഓക്കെ, വേൾഡ് ബ്ലഡ് ഡോണർ ഡേ. വേൾഡ് ബ്ലഡ് ഡോണർ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് അത് ജൂൺ 14. എന്നാണ് ജൂൺ 14 ആണ്. അപ്പോൾ വേൾഡ് ബൈസിക്കിൾ ഡേ ആണെങ്കിൽ ജൂൺ 3, എൻവയോൺമെന്റ് ഡേ ആണെങ്കിൽ ജൂൺ 5, വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ആണെങ്കിലോ ജൂൺ 14. ഓർക്കുക, ജൂൺ 3 ആണെങ്കിൽ വേൾഡ് ബൈസിക്കിൾ ഡേ, ജൂൺ 5 ആണെങ്കിൽ എൻവയോൺമെന്റ് ഡേ, ജൂൺ 14 ആണെങ്കിലോ വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ആണ്. ഓക്കെ, അടുത്തത് which day is world day to combat desertification and drought? Okay, world day to combat desertification and drought എന്നാണ്. വേൾഡ് ഡേ ടു കോമ്പാറ്റ് ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് ഏത് ദിവസമാണ്? വേൾഡ് ഡേ ടു കോമ്പാറ്റ് ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് എന്നാണ് അത് ജൂൺ 17 ആണ്. ഏതാണ്? ജൂൺ 17 ആണ്. ഇന്റർനാഷണൽ യോഗ ഡേ. ഓക്കെ, ഇന്റർനാഷണൽ യോഗ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് അത് ജൂൺ 21. ഓക്കെ, ഇന്റർനാഷണൽ യോഗ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ജൂൺ 21. ഹൂസ് മെമ്മറി വാസ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിക്ലെയർഡ് ജൂൺ 29 സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ? അപ്പൊ ആരുടെ മെമ്മറിയാണ് അല്ലേ നമ്മൾ ജൂൺ 29 നമ്മൾ എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അറിയുക ജൂൺ 29 ആണ് എന്ത്? സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ എന്ന് പറയുന്നത്. ആരുടെയാണ്? PC മഹലനോബിസ് കേട്ടോ. ആരാണ്? PC മഹലനോബിസ്. ജൂൺ 17 ആണെങ്കിൽ വേൾഡ് ഡേ ടു കോമ്പാറ്റ് ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട്, ജൂൺ 21 ആണെങ്കിൽ ഇന്റർനാഷണൽ യോഗ ഡേ, ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ എന്നാണ് ജൂൺ 29. ഓക്കെ, നാഷണൽ ഹാൻഡ്ലൂം ഡേ ഈസ് ഒബ്സർവ്ഡ് എവരി ഇയർ. അപ്പൊ നാഷണൽ ഹാൻഡ്ലൂം ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അത് ഓഗസ്റ്റ് 7 ഓക്കെ, നാഷണൽ ഹാൻഡ്ലൂം ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഓഗസ്റ്റ് 7. വേൾഡ് ലയൺസ് ഡേ, വേൾഡ് ലയൺസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് അത് ഓഗസ്റ്റ് 10. ഓക്കെ, അപ്പൊ നാഷണൽ ഹാൻഡ്ലൂം ഡേ ആണെങ്കിൽ ഓഗസ്റ്റ് 7, വേൾഡ് ലയൺസ് ഡേ ആണെങ്കിലോ ഓഗസ്റ്റ് 10. ഇനി ഇന്റർനാഷണൽ ലിറ്ററസി ഡേ, ഇന്റർനാഷണൽ ലിറ്ററസി ഡേ ആണെങ്കിൽ അത് സെപ്റ്റംബർ 8. ഓക്കെ, ഇന്റർനാഷണൽ ലിറ്ററസി ഡേ ആണെങ്കിൽ എന്നാണ്? സെപ്റ്റംബർ 8 ആണ്. ഓക്കെ, അപ്പോൾ ഓഗസ്റ്റ് 7 ആണെങ്കിൽ നാഷണൽ ഹാൻഡ്ലൂം ഡേ. ചിലപ്പോൾ നമ്മൾ ഡേയ്സ് ഒക്കെ പഠിക്കുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യുന്ന ഡേയ്സ് ആയിരിക്കും ഇത്. പക്ഷെ ക്വസ്റ്റ്യൻ വരുവേ നാഷണൽ ഹാൻഡ്ലൂം ഡേ ആണെങ്കിൽ ഓഗസ്റ്റ് 7, വേൾഡ് ലയൺസ് ഡേ ആണെങ്കിൽ ഓഗസ്റ്റ് 10, ഇന്റർനാഷണൽ ലിറ്ററസി ഡേ ആണെങ്കിലോ അത് സെപ്റ്റംബർ 8 ആണ്. ഓക്കെ, അടുത്തത് വേൾഡ് ബാംബു ഡേ ഈസ് സെലിബ്രേറ്റഡ് എവരി ഇയർ. വേൾഡ് ബാംബു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? വേൾഡ് ബാംബു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അത് സെപ്റ്റംബർ 18 ആണ്. ഓക്കെ, വേൾഡ് ബാംബു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് സെപ്റ്റംബർ 18 ആണ്. ദെൻ വേൾഡ് ക്ലീൻ അപ്പ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അത് സെപ്റ്റംബർ 20 ആണ്. ഓക്കെ, വേൾഡ് ബാംബു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ 18 വേൾഡ് ക്ലീൻ അപ്പ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് സെപ്റ്റംബർ 20 ആണ്. ഇന്റർനാഷണൽ ഡേ ഓഫ് സൈൻ ലാംഗ്വേജസ്, ഇന്റർനാഷണൽ ഡേ ഓഫ് സൈൻ ലാംഗ്വേജസ് അതെന്താണ്? സെപ്റ്റംബർ 23 ആണ്. ഓക്കെ, പറഞ്ഞത് വേൾഡ് ബാംബു ഡേ ആണെങ്കിൽ സെപ്റ്റംബർ 18, വേൾഡ് ക്ലീൻ അപ്പ് ഡേ ആണെങ്കിൽ സെപ്റ്റംബർ 20, ദെൻ ഇന്റർനാഷണൽ ഡേ ഓഫ് സൈൻ ലാംഗ്വേജസ് എന്നാണ് സെപ്റ്റംബർ 23 ആണ്. ഓക്കെ, ദെൻ നാഷണൽ വുമൺ ഫാർമേഴ്സ് ഡേ. ഓക്കെ, നാഷണൽ വുമൺ ഫാർമേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? നാഷണൽ വുമൺ ഫാർമേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അത് ഒക്ടോബർ 15 ആണ്. ഓക്കെ, നാഷണൽ വുമൺ ഫാർമേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഒക്ടോബർ 15 ആണ്. വേൾഡ് സ്റ്റുഡൻസ് ഡേ, വേൾഡ് സ്റ്റുഡൻസ് ഡേ എന്നാ ഒക്ടോബർ 15. ഓക്കെ, നാഷണൽ സ്റ്റുഡൻസ് ഡേ ആണെങ്കിൽ ഒക്ടോബർ 15, വേൾഡ് സ്റ്റുഡൻസ് ഡേ എന്നാണ് ഒക്ടോബർ 15 ആണ്. യുണൈറ്റഡ് നേഷൻസ് ഡേ എന്നാണ് ഒക്ടോബർ 24. ഓക്കെ, യുണൈറ്റഡ് നേഷൻസ് ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അത് ഒക്ടോബർ 24 അടുത്ത പറയുന്നു നാഷണൽ എഡ്യൂക്കേഷൻ ഡേ. ഓക്കെ, അപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. നവംബർ 11 ടു സെലിബ്രേറ്റ് ദ ബർത്ത്ഡേ ഓഫ് വിച്ച് ഇന്ത്യൻ ലീഡർ. അപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ എന്നാണെന്ന് അറിയണം, നവംബർ 11 ആണെന്ന് അറിയണം. ആരുടെയാണ്? മൗലാന
അബ്ദുൽ കലാം ആസാദ്. ഓക്കെ, ആരുടെ ബർത്ത് ആനിവേഴ്സറി ആണ്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ് എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? നമ്മള് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, when is national pollution prevention day? ഓക്കെ, നാഷണൽ പൊല്യൂഷൻ പ്രിവെൻഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? അത് ഡിസംബർ 2. ഓക്കെ, നാഷണൽ പൊല്യൂഷൻ പ്രിവെൻഷൻ ഡേ എന്നാണ്? അത് ഡിസംബർ 2-നാണ്. which day is observed armed forces flag day across all colleges in India? അപ്പോൾ armed forces flag day സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? അത് ഡിസംബർ 7-ആണ്. ഓക്കെ, armed forces flag day സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? ഡിസംബർ 7-ആണ്. ഹ്യൂമൻ റൈറ്റ്സ് ഡേ. ഓക്കെ, ഹ്യൂമൻ റൈറ്റ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? അത് ഡിസംബർ 10. ഓക്കെ, ഹ്യൂമൻ റൈറ്റ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? ഡിസംബർ 10-നാണ്. നാഷണൽ ഗുഡ് ഗവേണൻസ് ഡേ. ഓക്കെ, നാഷണൽ ഗുഡ് ഗവേണൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? അത് ഡിസംബർ 25. ഓക്കെ, നാഷണൽ ഗുഡ് ഗവേണൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? ഡിസംബർ 25. അപ്പൊ നമ്മൾ പറഞ്ഞത് നാഷണൽ പൊല്യൂഷൻ പ്രിവെൻഷൻ ഡേ ആണെങ്കിൽ ഡിസംബർ 2, ആർമഡ് ഫോഴ്സസ് ഫ്ലാഗ് ഡേ ആണെങ്കിൽ ഡിസംബർ 7, ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണെങ്കിൽ ഡിസംബർ 10, ഗുഡ് ഗവേണൻസ് ഡേ ആണെങ്കിലോ ഡിസംബർ 25. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ 2 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് വന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 40 ഡേയ്സ് അല്ലേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 40 ഡേയ്സുകൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. എന്ത് ചെയ്യുക? വീണ്ടും എന്ത് ചെയ്യുക? വീണ്ടും റിവൈസ് ചെയ്യുക. ഇടയ്ക്ക് ഒരു 2 to 3 ടൈംസ് ഒക്കെ വായിക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പഠിച്ചിരിക്കും. എക്സാം ഹോളിൽ ഓപ്ഷൻസ് കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.